أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ 6 മുതൽ 9 കൂടിയ ആയത്തുകൾ ആണ് ഓതി കേൾപ്പിച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ ഗറക, എന്താണ് നിന്നെ ചതിച്ചത്, ബി റബ്ബിക്കൽ കരീം, മാന്യനായ നിൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ, നിൻ്റെ റബ്ബിൽ നിന്ന്. അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫസവ്വാക, അവൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഫഅദലക്, എന്നിട്ട് അവൻ അതിൽ നീതി പാലിക്കുകയും ചെയ്തിരിക്കുന്നു. ഫി അയ്യ സൂറത്തിൻ, ഏത് രൂപത്തിലാണോ മാ ഷാ അവൻ ഉദ്ദേശിച്ചത്, ആ രൂപത്തിൽ റക്കബക, നിന്നെ അവൻ സംവിധാനിച്ചിരിക്കുന്നു, വാർത്തെടുത്തിരിക്കുന്നു. കല്ല, വേണ്ട, ബൽ, എന്നാൽ തുക്കദീബുന ബിദ്ദീൻ, നിങ്ങൾ പരലോക വിധിയെ നിഷേധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഫിത്താറിലൂടെ അല്ലാഹു ലോകാവസാനം എങ്ങനെയാണ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് സൂചന നൽകി. ആകാശം പൊട്ടിപ്പിളരുകയും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടുകയും ഖബറുകളിൽ നിന്ന് അതിനുള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ഞാൻ മുൻ ചെയ്തതും ചെയ്യാതെ മാറ്റിവെച്ചതുമൊക്കെ ഓരോ മനുഷ്യനും ബോധ്യപ്പെടുക. അത് കഴിഞ്ഞ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, മനുഷ്യ, നിന്നെ എന്താണ് മാന്യനായ രക്ഷിതാവിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മാന്യമായിട്ടാണ് മനുഷ്യനോട് പെരുമാറിയിട്ടുള്ളത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച രീതി തന്നെ നോക്കിയാൽ മതിയല്ലോ എത്രമാത്രം മാന്യമായിട്ടാണ്, ഉദാരമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നുള്ളത്. അവൻ്റെ 2 കൈ ഒരേ വലിപ്പത്തിലുള്ള, അതുപോലെ തന്നെ അവൻ്റെ വായും കണ്ണുകളും മൂക്കും വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്, നട്ടല് നിവർത്തി വെച്ചത്. മറ്റ് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്തുമാത്രം നല്ല സംവിധാനത്തോടു കൂടിയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന്. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യന് തോന്നുകയാണ്, പാപികളായ മനുഷ്യനും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല മനുഷ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു സ്വർഗവും നരകവും ഒന്നും ഉണ്ടാവില്ല, ഇതിവിടെ വെച്ച് തന്നെ തീരും. കാരണം ഈ സൃഷ്ടിപ്പ് ഉദാരമായ സൃഷ്ടിപ്പാണ്. അപ്പോൾ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ശരി, ഒന്നും ഇനി വരാനില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആർക്കും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇനി മരണത്തോടു കൂടി എല്ലാം തീർന്നു പോവുകയുണ്ടാവുള്ളൂ. നമ്മളോട് ഇനി അഥവാ അങ്ങനെ ഒന്നും ഉണ്ടായാൽ തന്നെ നമ്മളോടാരും ഒന്നും അതിര് കടന്ന് ഒന്നും ചെയ്യൂല എന്നൊരു ബോധ്യം മനുഷ്യനുണ്ടാവുകയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇതിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത് എന്ന് മനസ്സിലാക്കാം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഫസവ്വാക, നിന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഫഅദലക്, അതുപോലെ തന്നെ അതിലൊക്കെ നീതി കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഫി അയ്യി സൂറത്തിൻ മാ ഷാ, ഏത് രൂപത്തിലാണോ വേണ്ടത് എന്നാണ് അള്ളാഹു വിചാരിച്ചതെങ്കിൽ റക്കബക്ക, നിന്നെ ആ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വിചാരിച്ചത് ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിലാണ് എന്നർത്ഥം. ഇത് വേണമെങ്കിൽ അള്ളാഹുവിന് വേറെ രൂപത്തിലാക്കാമായിരുന്നല്ലോ, പക്ഷേ അള്ളാഹു വളരെ നല്ല ഒരു രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കല്ല, വേണ്ട, ബൽ തുക്കദീബുന ബിദ്ദീൻ, എന്നാൽ നിങ്ങൾ പരലോക വിധിയെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ച് നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരലോകം ഇല്ല എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണായ അതിൻ്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ
നിന്നെ ചതിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പം സൽക്കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ദുഷ്കർമ്മങ്ങളും പ്രവർത്തിക്കുകയും ചെയ്താൽ പോലും ഒന്നും വരില്ല എന്ന മനുഷ്യൻ്റെ തോന്നലാവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ അടിമയെ കുറേ പ്രാവശ്യം വിളിച്ചു. എന്നിട്ടൊന്നും ആ അടിമ വിളി കേൾക്കുന്നില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം അടിമ വന്നപ്പം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഞാൻ ഇത്രയും വിളിച്ചിട്ട് നീ വരാതിരുന്നത്? അപ്പോൾ ആ അടിമ പറയാണ്, താങ്കളുടെ ക്ഷമയെക്കുറിച്ച് എനിക്കുള്ള വിശ്വാസം, അതേപോലെ തന്നെ താങ്കളുടെ ശിക്ഷയെക്കുറിച്ചുള്ള നിർഭയത്വവും, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നിങ്ങൾ എന്നെ ശിക്ഷിക്കൂലെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ താങ്കളുടെ ക്ഷമ എത്രമാത്രം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അലി റളിയല്ലാഹു അൻഹു ആ അടിമയെ വെറുതെ മോചിപ്പിച്ച് വിട്ടയക്കാണ് ഉണ്ടായത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ആ സ്വഭാവമാണ്. ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ പോലും അങ്ങോട്ട് ചെയ്യാത്തൊരവസ്ഥ. ഇത് പക്ഷേ ലോകം ഒന്ന് അവസാനിക്കുമെന്നും അതേ രക്ഷിതാവ് പറയുമ്പോൾ അതുവരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ എഴുതി റെക്കോർഡാക്കുമെന്നും അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമെന്നും അള്ളാഹു പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്? ഇത്രയും ഉദാഹരണമായതുകൊണ്ട് ആ ഔദാര്യം ഇനിയും തുടരുമെന്ന മിഥ്യാധാരണ ഉള്ളതുകൊണ്ടോ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ നമ്മൾ സന്മനസ് കാണിക്കാതിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ അള്ളാഹു തന്നെയാണ് മാ ഗർറക ബിറബ്ബിൽ കരീം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, കല്ലാബൽ തുകദീബുന ബിദ്ദീൻ, നിങ്ങൾ പരലോക വിധി, ആ വിധിയുടെ ഒരു ദിവസം അതിന് നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം വരാനിരിക്കുന്നു. കാരണം ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ കുറഞ്ഞിട്ടും അതേപോലെ തന്നെ പ്രയാസങ്ങളുണ്ടായിട്ടും ഒക്കെ നേർവഴി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ, ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആൾക്കാർ, തങ്ങളുടെ ജീവിതകാലത്തുള്ള സൗഖ്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വ്യയം ചെയ്ത ആൾക്കാർ, അവർക്കും സ്വാർത്ഥതയോടുകൂടി ജീവിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ദ്രോഹിച്ചിട്ടും വേണ്ടാത്തത് മുഴുവൻ ചെയ്ത ആൾക്കാർക്കും ഒരേ നിലപാടാണ് ഉണ്ടാവുക എന്ന ധാരണ മിഥ്യയാണ്. പക്ഷേ ഇത് ഈ മനുഷ്യനിലേക്ക് തന്നെ നോക്കിയാൽ, അള്ളാഹു കാണിച്ചിട്ടുള്ള ഈ നന്മ വെച്ച് നോക്കിയാൽ തന്നെ ഒരു പരലോകം വരാനുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാണ്. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ രണ്ട് രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി ഇവിടെ വരേണ്ടതുണ്ടെന്നും നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗം കിട്ടേണ്ട, തിന്മ ചെയ്ത ആളുകൾ നരകം കിട്ടേണ്ട ഒരു നാൾ വരേണ്ടതുണ്ട് എന്നും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.